ഓക്കെ, നമ്മളപ്പോൾ അടുത്ത തിയറത്തിക്ക് പോവാണ്. തൽക്കാലം ജസ്റ്റ് എല്ലാം ഒന്ന് മനസ്സിലാക്കി. ഗോസ് ഡൈവേർജൻസ് തിയറം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഗ്രീൻസ് തിയറം എന്താണെന്ന് മനസ്സിലാക്കി. അടുത്തത് സ്റ്റോക്സ് തിയറം കൂടി എടുത്തതിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന തരത്തിലുള്ള എന്താ പറയുക, നമ്മുടെ അപ്ലിക്കേഷൻ ലെവലിൽ ഒരു 2 ക്വസ്റ്റ്യൻ കണ്ടേ. ഒരു ഏരിയ ഓഫ് ദ കർവ് കാണാനും അതുപോലെ തന്നെ ഔട്ട്വേർഡ് ഫ്ലെക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കും അത് പഠിപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ആദ്യം സ്റ്റോക്സ് തിയറമാണ്. ഹെഡിങ് എഴുതാം, സ്റ്റോക്സ് തിയറം. ബോർഡ് ക്ലിയർ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? ബോർഡ് വലിയ കുഴപ്പമില്ലല്ലോ? പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം ഫോർമുല എഴുതാണ്. ശരിക്കും ഫോർമുല പറയുന്നതാണ്. അതായത് ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയാം. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. എന്താണ് ഈ സാധനം? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളത് ലൈൻ ഇന്റഗ്രൽ ആണ് അല്ലെ. അപ്പൊ ലൈൻ ഇന്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓഫ് ഓവർ എസ് കേൾ എഫ്. കേൾ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ്. കേൾ എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്. ഡബിൾ ഇന്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഓഫ് കേൾ എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ് എന്നാണ്. അപ്പൊ ശ്രദ്ധിക്കണേ. ലൈൻ ഇന്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട്, ലൈൻ ഇന്റഗ്രൽ കുറച്ച് റിസ്ക് ആയിരിക്കും കാണാൻ. അത് കണ്ടുപിടിക്കാനായിരിക്കും എക്സാമിന് ചോദിക്കുക. യൂസിങ് സ്റ്റോക്സ് തിയറം ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ ലൈൻ ഇന്റഗ്രൽ ആയിരിക്കും ചോദിക്കുക. അപ്പൊ അത് കാണുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡബിൾ ഇന്റഗ്രൽ ഓഫ് കേൾ എഫ് ഡോട്ട് എൻ ക്യാപ്പ്. കേൾ എഫ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഡൈവേർജൻസ് തിയറത്തിലെ ഡൈവേർജന്റ് കണ്ടുപിടിച്ചിട്ട് പ്രോഡക്റ്റ് എടുത്തില്ലേ, ഡോട്ട് എടുത്തില്ലേ, അതേപോലെ കേൾ എഫ് കണ്ടുപിടിച്ചിട്ട് കേൾ എഫ് കിട്ടിയ ആൻസറിനെ എൻ ക്യാപ്പ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു കേട്ടോ. അപ്പൊ ഇതാണ് സ്റ്റോക്സ് തിയറം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതണേ. ഈ ഫോമിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതണം. പറയട്ടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ദ സർഫസ് ഇന്റഗ്രൽ ഓഫ്, എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്നറിയോ? ദ സർഫസ് ഇന്റഗ്രൽ ഓഫ്, എല്ലാവരും സ്റ്റേറ്റ്മെന്റ് എഴുതാം. ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് നോർമൽ കമ്പോണന്റ് ഓഫ് ദി surface integral of normal component of the curl of a vector function f. Curl, C-U-R-L. Curl of the vector function f. Curl of the vector function f is equal to അപ്പൊ ഞാൻ പറഞ്ഞതാണ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ദി നോർമൽ കമ്പോണന്റ്, അതായത് ഡോട്ട് എൻ ക്യാപ്പിനാണ് ഉദ്ദേശിച്ചത് അവര്, ഓഫ് ദി കേൾ ഓഫ് എ വെക്റ്റർ ഈസ് ഈക്വൽ ടു ലൈൻ ഇന്റഗ്രൽ ഓഫ് ദി ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് എഫ്. ലൈൻ ഇന്റഗ്രൽ ഓഫ് ദി ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞ് ഈ ഫോർമുല എഴുതി വയ്ക്കുക. ഈ ഒരു ഫോർമുല എഴുതി വയ്ക്കുക. അപ്പോൾ ഇതിൽ ചോദിക്കുക എപ്പോഴും വെരിഫൈ അധികം കണ്ടിട്ടില്ല. ശ്രദ്ധിക്കുക, വെരിഫൈ സ്റ്റോക്സ് തിയറം അധികം കണ്ടിട്ടില്ല. എപ്പോഴും ചോദിക്കുന്നത് ലൈൻ ഇന്റഗ്രൽ കാണാനായിരിക്കും ചോദിക്കുക. അപ്പൊ ലൈൻ ഇന്റഗ്രൽ കാണാൻ ചോദിക്കുന്നതിനേക്കാളും മുമ്പ് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കും ഫൈൻഡ് വർക്ക് ഡൺ എന്ന് പറയും. ഫൈൻഡ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കഴിഞ്ഞ മോഡ്യൂളിലാണ്, അതായത് 5ാമത്തെ മോഡ്യൂളിലാണ് നമ്മൾ വർക്ക് ഡൺ എന്താന്ന് പഠിക്കുന്നത് അല്ലെ. പക്ഷെ 6ാമത്തെ മോഡ്യൂളിൽ അവർ ചോദിക്കും എന്താണ്? ഫൈൻഡ് ദി വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്ന് ചോദിക്കും. അപ്പൊ നമുക്കറിയാം വർക്ക് ഡണ്ണിന്റെ ആൻസർ എന്താണ്? വർക്ക് ഡണ്ണിന്റെ ഫോർമുല ലൈൻ ഇന്റഗ്രൽ ആണ് അല്ലെ. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. പക്ഷെ സ്റ്റോക്സ് തിയറം പ്രകാരം അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മള് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കേൾ എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്. അപ്പൊ ശ്രദ്ധിക്കുക, 5ാമത്തെ മോഡ്യൂളിൽ ചോദിക്കുന്ന വർക്ക് ഡൺ 6ാമത്തെ മോഡ്യൂളിൽ ചോദിക്കുകയാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയതല്ല, അതൊരു അപ്ലിക്കേഷൻ ആണ്. പറഞ്ഞ മനസ്സിലായോ? അതായത് 5ാമത്തെ മോഡ്യൂളിൽ ചോദിക്കുന്ന വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്നുള്ള ടോപ്പിക്
ഇവിടെ വന്നാൽ അതിന്റെ മീനിങ് എന്താണ്? അത് സ്റ്റോക്സ് തിയറത്തിന്റെ അപ്ലിക്കേഷനാണ്. വർക്ക് ഡൺ കാണാൻ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കാണാനാണ് അല്ലേ? പക്ഷെ സ്റ്റോക്സ് തിയറം പ്രകാരം അത് കാണാൻ എന്ത് ചെയ്താൽ മതി? ഡബിൾ ഇന്റഗ്രൽ ഓവർ എഫ് എസ് കേൾ എഫ് ഡോട്ട് എൻ ക്യാപ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് തോന്നും സാർ ഈ ലൈൻ ഇന്റഗ്രൽ അല്ലേ, ഒരു ലൈനല്ലേ ഉള്ളൂ, അതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പം എന്ന് തോന്നും അല്ലെ? അങ്ങനെയല്ല, എളുപ്പം ഇത് തന്നെയാണ് കേട്ടോ. കേൾ എഫ് കണ്ടുപിടിച്ച് അതിനെ എൻ ക്യാപ് കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി സിമ്പിൾ. ഇത് കുറച്ച് പണി കിട്ടും. എത്ര കർവുണ്ടോ അത്രയും കർവിന്റെ മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടുന്ന് ഇങ്ങോട്ട് പോയി അങ്ങനെ കർവിന്റെ മുകളിലായിരിക്കും ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. തൽക്കാലം ഇത്രയും ഫോർമുലാസ് എഴുതാം. ഒരു പ്രോബ്ലം ചെയ്താൽ ക്ലിയർ ആവും. ഓക്കെ എഴുതിയോ? ഇതിൽ നമ്മളിനി ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്, പറഞ്ഞോട്ടെ. ഇതില് പ്രോബ്ലം ചെയ്യുമ്പോഴേ അതില് ഈ ഡി എസ് ഇല്ലേ, ഇവിടെ വരുന്ന ഡി എസ് അത് കണ്ടുപിടിക്കാൻ സർഫസ് ഇന്റഗ്രൽ ഏറ്റവും പ്രശ്നം വരുന്നത് അതാണ്. ആ ഡി എസ് കാണാനാണ് പ്രശ്നം വരിക. അപ്പോൾ അത് ഇപ്പോഴും ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെ. ആ ഡി എസ് എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞ പ്ലെയിൻ പറയുകയാണെങ്കിൽ ആ ഡി എസ് കാണാനുള്ള ഫോർമുല എക്സ് വൈ പ്ലെയിൻ അല്ലേ, അപ്പോൾ ഡി വൈ ഡി എക്സ് ബൈ മോഡ് എൻ ഡോട്ട് കെ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. തൽക്കാലം എഴുതാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എക്സ് വൈ പ്ലെയിൻ വരുമ്പോൾ സർഫസ് ഇന്റഗ്രലിന്റെ ഫോർമുലയാണ്. തൽക്കാലം ഇത് എഴുതിക്കുക. എന്താണെന്നുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. കുറച്ച് കൺഫ്യൂഷൻ ആവേ. ഇവിടെ എൻ്റെ ഫോർമുല ഒന്നുകൂടി കൺഫേം ചെയ്യട്ടെ. അതുപോലെ എക്സ് വൈ പ്ലെയിന് പകരം ചിലപ്പോൾ എക്സ് ഇസഡ് പ്ലെയിൻ ആയിരിക്കും തരുക ക്വസ്റ്റ്യനില്. അങ്ങനെ വരുമ്പോൾ ഡി എസ് കാണാനുള്ള ഫോർമുലയാണ്. എക്സും ഇസഡും വരുമ്പോൾ അതിലില്ലാത്ത ആളിനെ ഒഴിവാക്കിയാൽ മതി താഴെ. എക്സ് ഇസഡ് വരുമ്പോൾ ഡി ഇസഡ് ഡി എക്സ് ബൈ ഇല്ലാത്ത ആളാരാണ്? മോഡ് എൻ ഡോട്ട് ജെ. എൻ ഡോട്ട് ജെ കേട്ടോ. ഓക്കെ, അടുത്തത് വൈ ഇസഡ് പ്ലെയിൻ. വൈ ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ ഡി എസ് എന്തായിട്ട് എടുക്കണം? വൈയും ഇസഡ് കേട്ടോ. ഡി ഇസഡ് ഡി വൈ ബൈ മോഡ് എൻ ഡോട്ട് ഐ. ഈ ഒരു കാര്യം തൽക്കാലം നോട്ട് ചെയ്ത് വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. സ്റ്റോക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്ര വലിയ പ്രശ്നമില്ല. ഈ ഒരു കാര്യം മാത്രമേ അതിൽ കൺഫ്യൂഷൻ ഉള്ളൂ, ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ല. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ചില പ്രോബ്ലത്തില് എൻ ക്യാപ്പ് തന്നിട്ടുണ്ടാവേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വലിയ റിസ്ക് ഇല്ല. ചില പ്രോബ്ലത്തിൽ എൻ ക്യാപ്പ് തരില്ല. ഇത് എൻ ക്യാപ്പ് ആണ്, എൻ എന്ന് ഉദ്ദേശിച്ചത് എൻ ക്യാപ്പ് ആണ്. എൻ ക്യാപ്പ് എന്നിട്ട് എല്ലാവരും എൻ ക്യാപ്പ് ഇട്ടെ. എന്നെ ആകെ കൂടി ഒരു കൺഫ്യൂഷൻ ആയ പോലെ ഉണ്ടാവും. പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, ശരിയാക്കാം. ഞാൻ ഇന്നലെ ഗോസ് ഡൈവേർജൻസ് തിയറത്തിന്റെ ഒരു പ്രോബ്ലം ചെയ്തപ്പോഴുണ്ട്, മാറ്റോട്ടെ. ഗോസ് ഡൈവേർജൻസ് തിയറത്തിന്റെ ഒരു പ്രോബ്ലം ചെയ്തപ്പോഴേ അവിടെ നമുക്ക് എൻ ക്യാപ്പ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് എൻ ക്യാപ്പിന്റെ ആവശ്യം വന്നിരുന്നേ. നോക്കിക്കോളൂ, അവിടെ നമുക്ക് എൻ ക്യാപ്പ് ഇങ്ങനെ എഴുതിയാറുമുണ്ട. ഐ എൻ ക്യാപ്പ് ഈക്വൽ ടു മൈനസ് ജെ അങ്ങനെയൊക്കെ എഴുതിയത് ഓർമ്മ വരുന്നുണ്ടോ? എൻ ക്യാപ്പ് നമ്മളിങ്ങനെ അല്ലേ, അതായത്
എക്സ് ഈക്വൽ ടു 1 വരുമ്പോൾ എൻ ക്യാപ് ഈക്വൽ ടു ഐ ആണ്. എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ എൻ ക്യാപ് ഈക്വൽ ടു ജെ ആണ്. വൈ ഈക്വൽ ടു 1 വരുമ്പോൾ സോറി എൻ ക്യാപ് ഈക്വൽ മൈനസ് ഐ ആണ്, മൈനസ് ഐ ആണ്. വൈ ഈക്വൽ ടു 1 വരുമ്പോൾ എൻ ക്യാപ് ഈക്വൽ ടു ജെ ആണ്. വൈ ഈക്വൽ ടു മൈനസ് 0 വരുമ്പോൾ എൻ ക്യാപ് ഈക്വൽ ടു മൈനസ് ജെ ആണ്. ഇസഡ് ഈക്വൽ ടു 1 വരുമ്പോൾ എൻ ക്യാപ് ഈക്വൽ ടു കെ ആണ്. ഇസഡ് ഈക്വൽ ടു 0 വരുമ്പോൾ എൻ ക്യാപ് ഈക്വൽ ടു മൈനസ് കെ ആണ്. ഇന്നലെ നമ്മൾ ഗോസ് ഡൈവേർജൻസ് തിയറത്തിന്റെ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതിയത് ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതി വെച്ചത് അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിക്കുക കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു. ഈ സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ എൻ ക്യാപ്പ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇങ്ങനെയാണ്, ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ലിമിറ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻ വരും ചിലപ്പോഴെല്ലാം വന്നിട്ടുണ്ട്. അത് വരുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന സാധനങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളൂ കേട്ടോ. അതായത് ലിമിറ്റിൻ്റെ ഉള്ളിൽ ഇപ്പം ഈ പറഞ്ഞ 6 പേര് ചിലപ്പോൾ ഈ 1 പകരം ചിലപ്പോൾ 2 ആയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇതിന് പകരം എന്ത് എ എന്നായാലോ എന്ത് വന്നാലും ഇത് തന്നെയാണ് എൻ ക്യാപ്. മനസ്സിലായോ? എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 3 ഇതൊക്കെ വരുമ്പോൾ എൻ ക്യാപ്പുകൾ മാറുന്നില്ല. പക്ഷെ ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആയിരിക്കും തരിക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു കർവ് തരും. മനസ്സിലായോ? ഇങ്ങനെ ഒരു കർവ് വരുമ്പോഴാണ് ഈ പ്രശ്നം നമുക്ക് ഞാൻ നേരത്തെ എഴുതിയ ഫോമിലല്ലേ ആ ഒരു പ്രശ്നം വരുന്നത്. അതായത് ഇങ്ങനെ സെപ്പറേറ്റ് വേറെ വല്ല ഫങ്ഷൻസ് ഒക്കെ തരും. ഓക്കെ, അങ്ങനെയുള്ള ഫങ്ഷൻസ് തരുമ്പോൾ നമുക്ക് എൻ ക്യാപ്പിന് ഇതേപോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാര്യം മനസ്സിലായോ? അങ്ങനെയുള്ള ഫങ്ഷൻസ് വരുമ്പോൾ എൻ ക്യാപ്പിനെ നമുക്ക് ഇതേപോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ ക്യാപ്പ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിപ്പിച്ചപ്പോൾ ശ്രദ്ധിക്കണേ, ഗ്രേഡിയന്റ് പഠിപ്പിച്ചപ്പോൾ ഞാൻ എൻ ക്യാപ്പിന് ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഫോർമുല? ഡെൽ ഫൈ ബൈ മോഡ് ഡെൽ ഫൈ. യൂണിറ്റ് നോർമൽ വെക്റ്റർ കാണാനുള്ള ഫോർമുല പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? എന്താണ് എൻ ക്യാപ്പിന്റെ ഫോർമുല? ഡെൽ ഫൈ ബൈ മോഡ് ഡെൽ ഫൈ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാ പ്രോബ്ലത്തിലും എൻ ക്യാപ്പ് തരണമെന്നില്ല. ചില ക്വസ്റ്റ്യനിലെ ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ഫൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു സ്കേലാർ ഫംഗ്ഷൻ ആയിരിക്കും ചില ക്വസ്റ്റ്യനിൽ ലിമിറ്റ് ആയിട്ട് തരിക. അങ്ങനെയുള്ള ക്വസ്റ്റ്യനിലെ എൻ ക്യാപ്പിനെ നമ്മൾ ഇതേപോലെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. എൻ ക്യാപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഡെൽ ഫൈ ബൈ മോഡ് ഡെൽ ഫൈ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കണം. അല്ലാതെ ചില ക്വസ്റ്റ്യനിലെ ലിമിറ്റ് സിമ്പിൾ ആയിരിക്കും. എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ 0, വൈ ഈക്വൽ ടു 1, വൈ ഈക്വൽ 0 ഇങ്ങനെയൊക്കെ തരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ തരുന്ന ക്വസ്റ്റ്യനിലെ എൻ ക്യാപ്പിന് നമ്മൾ എന്തെടുത്താൽ മതി? എക്സ് വരുന്നതാണെങ്കിൽ ഐയും മൈനസ് ഐ, 0 വരികയാണെങ്കിൽ മൈനസ് ഐ, വേറെ ഏത് വാല്യൂ വന്നാലും ഐ ആണ് കൊടുക്കുന്നത്. ദെൻ വൈ ഈക്വൽ ടു വരികയാണെങ്കിലും ജെയും മൈനസ് ജെയും, 0 വരികയാണെങ്കിൽ മാത്രം മൈനസ് ജെ എന്ന് കൊടുക്കുന്നു. വേറെ ഏത് വാല്യൂ വന്നാലും വെറും ജെ ആണ് കൊടുക്കുന്നത്. ഇസഡ് ഈക്വൽ ടു ആണ് തരുന്നതെങ്കിലോ എൻ ക്യാപ്പിനെ കെ ആയിട്ട് എടുക്കണം. അപ്പോൾ 0 വരികയാണെങ്കിൽ മാത്രം ഇസഡ് ഈക്വൽ ടു 0 എന്ന് വരികയാണെങ്കിൽ മാത്രം എൻ ക്യാപ്പിനെ മൈനസ് കെ ആയിട്ട് എടുക്കണം. ആ കേസിൽ ഡി എസ് ശ്രദ്ധിക്കുക. ഇങ്ങനെ വരികയാണെങ്കിൽ ഡി എസ് നമ്മൾ നേരത്തെ ഫോർമുല വേണ്ട. ഞാൻ നേരത്തെ ഒരു ഫോർമുല എഴുതിയില്ലേ, അതിന്റെ ആവശ്യമില്ല. ഡി എസ് എക്സ് വരുന്ന പ്രോബ്ലത്തിൽ ഡി എക്സ് എന്താണ്? ഡി സെഡ് ഡി വൈ നിർത്താൻ മതി. വൈ വരുന്ന പ്രോബ്ലത്തിലാണെങ്കിലോ ഡി എസിനെ വൈനെ ഒഴിവാക്കാം. അപ്പോൾ ഡി വൈ ഡി സെഡും ഡി എക്സ് കൊടുത്താൽ മതി. ഇസഡ് വരുന്ന പ്രോബ്ലം ആണെങ്കിലോ ഡി എസിനെ ഡി വൈ ഡി എക്സ് എന്ന് എടുക്കാം. കാര്യം അങ്ങനെ മനസ്സിലായോ? നേരത്തെ ഞാൻ ഡി എസ് കാണാൻ ഒരു ഫോർമുല പറഞ്ഞിരുന്നു, കണ്ടോ? ആ ഫോർമുല ഇവിടെ ആവശ്യമില്ല. നേരത്തെ നമ്മള് ഡി എസ് കാണാൻ ഒരു ഫോർമുല പറഞ്ഞിരുന്നു, അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. എപ്പോൾ തന്നിരിക്കുന്ന ലിമിറ്റ് ഈ പറഞ്ഞതിൽ ആരെങ്കിലും ഒരാളാണെങ്കിൽ. കാര്യം മനസ്സിലായോ? ഈ പറഞ്ഞതിൽ ആരെങ്കിലും ഒരാളാണ് വരുന്നതെങ്കിൽ, അതായത് ഇതിലാണെങ്കിൽ എക്സ്, മനസ്സിലായോ? ഇതിലാണെങ്കിൽ അതിൽ എക്സ് വരുന്നതിലാണെങ്കിൽ ഇത് എടുക്കുക, ഇതാണെങ്കിൽ ഇത് എടുക്കുക, ഇതാണെങ്കിൽ ഇത് എടുക്കുക കേട്ടോ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്നാണ് ക്വസ്റ്റ്യന്റെ ലിമിറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ, മനസ്സിലായോ? ഹിന്റ് ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ ഇത് എൻ ക്യാപ്പിനെ ഡി എസിനെ ഇതേപോലെ സെപ്പറേറ്റ് ഫോമിൽ വേണ്ട. എക്സ് വരികയാണെങ്കിൽ ഡി സെഡും ഡി വൈയും, ഓക്കെ. വൈ വരികയാണെങ്കിൽ ഡി സെഡും ഡി എക്സും, അതുപോലെ ഇസഡ് വരികയാണെങ്കിൽ ഡി വൈയും ഡി എക്സും എടുക്കുക കേട്ടോ.
ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. തുടങ്ങാം. പ്രോബ്ലത്തിലേക്ക് പോവാണ് കേട്ടോ. ഡയറക്റ്റ് ഞാൻ പ്രോബ്ലം എടുക്കാൻ പോവാണ്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ്, ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ഇത് കണ്ടേക്ക് ലൈൻ ഇന്റഗ്രലിന്റെ പ്രോബ്ലം ചെയ്യാൻ നിൽക്കണ്ട. യൂസിങ് സ്റ്റോക്സ് തിയറം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ using Stokes theorem where f equal to f തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ x square minus y square into I plus 2xy into j. ഇത്രയുള്ളൂ. x square minus y square into I plus 2xyj in the rectangular region in xy plane, x-y plane, rectangular region in xy plane bounded by the lines x equal to 0, y equal to x equal to 0, x equal to a, y equal to 0, y equal to b, y equal to 0, y equal to b. ഇത് നേരത്തെ പറഞ്ഞ മോഡലും അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്. എഫ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അറിയാം ഈ ഒരു മോഡ്യൂളിലെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലൈൻ ഇന്റഗ്രൽ കാണുന്ന പ്രോബ്ലം അല്ല. അത് എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? സ്റ്റോക്സ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റോക്സ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലായാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ കേൾ എഫ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം എടുത്ത് എഴുതാം. എഫ് ഈക്വൽ ടു എടുത്ത് എഴുതാണ്. എഫ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതി. ഇനി കേൾ എഫ് എഴുതാണ്. കേൾ എഫ് എന്താ? കേൾ എഫിന്റെ ഫോർമുല ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെഡ് F1 F2 F3 എഴുതിക്കോളൂ. കേൾ എഫിന്റെ ഫോർമുല എഴുതാം. ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ F1 F2 F3. ഓക്കെ, ഫോർമുല എഴുതിയിട്ട് F1 F2 F3 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. F1ന്റെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. F2ന്റെ വാല്യൂ 2xy. F3 ഇല്ല, 0. കെയുടെ ടേം ഇല്ല കേട്ടോ, 0. അപ്പോൾ ഈക്വൽ ടു ഡിറ്റർമിനന്റ് കാണാണ് ഐ ഇൻറ്റു അല്ലേ, ഐ ഇൻറ്റു ഇതിനെ ഒഴിവാക്കുക അല്ലേ, ഐ ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് 0 മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് 2xy. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. മൈനസ് ജെ ഇൻറ്റു വരുമ്പോൾ ജെ വരുന്ന റോയും കോളും ഒഴിവാക്കുക, ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു കേട്ടോ. ഓക്കെ, അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് 0 മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു എഴുതുക. പ്ലസ് കെ ഇൻറ്റു വരുമ്പോൾ എന്താണ്? കെ വരുന്ന റോയും കോളും ഒഴിവാക്കുക. ബ്രാക്കറ്റിൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് 2xy മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എഴുതിയെടുക്കുക. ഡിറ്റർമിനന്റ് കണ്ടതാണ്. ഐ ഇൻറ്റു ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് മൈനസ് ജെ ഇൻറ്റു ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത്
പ്ലസ് കെ ഇൻറ്റു ഇത് ഇൻറ്റു ഇത് മൈനസ് സോറി ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഡിറ്റർമിനന്റ് കാണാണ് ഈക്വൽ ഏതാ മനസ്സിലായില്ല ഇതങ്ങനെ എങ്ങനെ മനസ്സിലായെന്ന അതായത് ക്വസ്റ്റ്യൻ സ്റ്റോക്സ് തിയറത്തിന്റെ ഫോർമുല ഉണ്ടല്ലോ ഇതാണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു എന്നാണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കേൾ എഫ് ഡോട്ട് എൻ ക്യാപ് ഡി എസ് ഇതാണ് സ്റ്റോക്സ് തിയറത്തിന്റെ ഫോർമുല. അപ്പൊ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും എപ്പോഴും ചോദിക്കുക. മനസ്സിലായോ? സ്റ്റോക്സ് തിയറത്തിന്റെ ഈ ആറാമത്തെ മോഡ്യൂളിലെ അഞ്ചാമത്തെ മോഡ്യൂളിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാല് സാധാ ലൈൻ ഇന്റഗ്രലാണ് ചോദിക്കുക. ക്ലിയർ? ആറാമത്തെ മോഡ്യൂളില് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് എന്തിന്റെ അപ്ലിക്കേഷൻ ആണ്? അത് സ്റ്റോക്സ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആണ്. ക്ലിയർ ആയോ? ആറാമത്തെ മോഡ്യൂളില് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് സ്റ്റോക്സ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആണ്. അല്ലെങ്കിൽ ആറാമത്തെ മോഡ്യൂളിൽ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ചോദിച്ചാൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആറിന്റെ വേറൊരു ഫോർമുലയാണ് എന്ത്? വർക്ക് ഡൺ ബൈ എ ഫോർമുല അല്ലെ, ബൈ എ ഫോഴ്സ്. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് അഞ്ചാമത്തെ മോഡ്യൂളിലാണ് ചോദിക്കേണ്ടത്. പക്ഷെ നമ്മളോട് ആറാമത്തെ മോഡ്യൂളിൽ ചോദിച്ചു എന്ന് വെക്കുക. അപ്പോഴും അത് എന്തിന്റെ അപ്ലിക്കേഷൻ ആണ്? അത് സ്റ്റോക്സ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആണ്. ക്ലിയർ ആയോ? അതായത് ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ വരുന്നത് എന്തിലാണ്? സ്റ്റോക്സ് തിയറത്തിലാണ്. ഓക്കെ, അബ്രാം ലേറ്റ് ആയതുകൊണ്ടായിരിക്കും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ ചെയ്യാം നമുക്ക്, കുഴപ്പമില്ലല്ലോ. ഈ സ്റ്റെപ്പ് ഇത് മനസ്സിലായി? ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഈക്വൽ ടു ഐ ഇൻറ്റു ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡോ ബൈ ഡോ വൈ ഓഫ് 0 0 ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇതിൽ ഇസഡ് ഇല്ല, അപ്പൊ 0 മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്, അപ്പൊ 0 ഇതിലും ഇസഡ് ഇല്ല, അതും 0 പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇത് എക്സിന്റെ ഡെറിവേറ്റീവ് 1 അപ്പൊ 2y എന്ന് വരും, മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇത് അപ്പൊ 0 മൈനസ് 2y എന്ന് വരും കേട്ടോ. ഓക്കെ, നീറ്റ് ആയിട്ട് എഴുതുമ്പോ ഇത് 0 ആണ്. 0i മൈനസ് 0j പ്ലസ് കെ ഇൻറ്റു 2y പ്ലസ് 2y എന്ന് വരും. ചുരുക്കി പറഞ്ഞാല് ഈ 0 ഇത് രണ്ടും ഇല്ല, എന്ത് മാത്രമേ ഉള്ളൂ? 4yk എന്ന് മാത്രം കേട്ടോ. കേൾ എഫിന്റെ വാല്യൂ എന്താണ്? 4yk. ഇനി നമ്മള് സ്റ്റോക്സ് തിയറത്തിന്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞ ഐഡിയയില് എനിക്ക് എടുക്കൽ നടക്കില്ല. ഓക്കെ, ഇതൊരു കാര്യം മനസ്സിലാക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു എക്സ് ഈക്വൽ ടു 1 വരുമ്പോൾ ഓരോന്നിന്റെ എൻകേപ്പാണ് പറയാൻ പറ്റുള്ളേ. പക്ഷെ ഈ പ്രോബ്ലത്തിൽ അവർ തന്നിരിക്കുന്ന ലിമിറ്റ് എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു എ, വൈ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു ബി, ഇങ്ങനെയായിരുന്നു തന്നിരുന്നത് അല്ലേ. അതുപോലെ അവര് എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ് വൈ പ്ലെയിനും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതിലെ യൂണിറ്റ് വെക്ടേഴ്സ് ആ എൻ ക്യാപ്പ് ഇല്ലേ, എൻ ക്യാപ്പ് വരുന്നത് നമ്മള് ഐ കെ ജെ കെ അതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ. അപ്പൊ അതില് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഐ ഡി വെച്ചിട്ട് കിട്ടില്ലേ. അതായത് നേരത്തെ ഞാൻ എക്സ് ഈക്വൽ 0 വരുമ്പോൾ എൻ ക്യാപ്പ് എന്താ പറയാ എൻ ക്യാപ്പ് ഈക്വൽ ടു മൈനസ് ഐ എന്ന് എടുക്കാൻ പറഞ്ഞില്ലേ. എക്സ് ഈക്വൽ എ ആണ് വരുന്നെങ്കിൽ എൻ ക്യാപ്പ് ഈക്വൽ ടു ഐ എന്ന് എടുക്കാൻ പറഞ്ഞില്ലേ. അത് ആ ഒരു ക്യൂബിന്റെ പ്രോബ്ലത്തിൽ മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. ഇതില് എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ, എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുകയാണെങ്കിൽ എൻ ക്യാപ്പിനെ കെ ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. എക്സ് വൈ പ്ലെയിൻ എന്നാണെങ്കിൽ എൻ ക്യാപ്പിനെ കെ ആയിട്ട് എടുക്കുന്നു. എക്സ് ഇസഡ് പ്ലെയിൻ എന്നാണ് പറയുന്നെങ്കിലോ, എക്സ് ഇസഡ് പ്ലെയിൻ എന്നാണ് പറയണമെങ്കിലോ എൻ ക്യാപ്പിനെ ജെ ആയിട്ട് എടുക്കണം. അതിൽ രണ്ടിലും ഇല്ലാത്ത ആൾ.
എക്സും വൈയിലും ഇല്ലാത്ത ആളിനെയാണ് എൻ ക്യാപ്പ് എടുക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എൻ ക്യാപ്പ് കെ ആയിട്ട് എടുക്കുന്നു. എക്സ് ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ എൻ ക്യാപ്പ് ജെ ആയിട്ട് എടുക്കുന്നു. എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ എൻ ക്യാപ്പ് കെ. എക്സ് ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ എൻ ക്യാപ്പ് ജെ. വൈ ഇസഡ് ആണെങ്കിൽ എൻ ക്യാപ്പ് ഐ ആയിട്ട് എടുക്കുന്നു കേട്ടോ. അപ്പൊ താഴെ എഴുതാണ് ഇൻ എക്സ് വൈ പ്ലെയിൻ, അങ്ങനെ തന്നെ ടെസ്റ്റിൽ എഴുതിയേക്കണേ. ഇൻ എക്സ് വൈ പ്ലെയിൻ എൻ ക്യാപ്പ് ഈക്വൽ ടു കെ. അപ്പോൾ ഡി എസ് ഈക്വൽ ടു എടുക്കേണ്ടത് ഡി വൈയും ഡി എക്സും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻ എക്സ് വൈ പ്ലെയിൻ എൻ ക്യാപ്പ് ഈക്വൽ ടു കെ. അതുപോലെ ഡി എസ് ഈക്വൽ ടു ഡി വൈ ഡി എക്സ്. ഇത് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നേരത്തെ നമ്മൾ എഴുതിയ XY പ്ലെയിനിൽ എഴുതിയ ഇക്വേഷൻ അല്ലേ ഇവിടെ യൂസ് ചെയ്യുന്നത്? ആ ഇക്വേഷൻ അല്ലാന്നേ. അതായത് അത് ഓരോ സർഫസിലും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നതായിരുന്നു. ഇത് ഒരു റെക്ടാങ്കുലർ റീജിയൻ എന്ന് പറഞ്ഞിട്ടല്ലോ. അതായത് എക്സ് ഇവര് പറഞ്ഞേക്കണം. മറ്റത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് ക്യൂബിന്റെ പ്രോബ്ലത്തിലേ വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ക്യൂബിന്റെ പ്രോബ്ലം പറഞ്ഞ ഓർമ്മയുണ്ടോ? ക്യൂബില് 6 സർഫസ് ആകുമ്പോൾ ഓരോ സർഫസിലും എൻ ക്യാപ്പുകൾ വരുന്ന കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു പ്രശ്നം വന്നു കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ല എക്സ് ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു, അത് ഓരോ സർഫസിലും വരുന്ന എൻ ക്യാപ്പുകളാണ്. ഇവര് പറഞ്ഞേക്കുന്നത് ഇത് ഒരു എക്സ് വൈ ഒരു ആക്സിസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരു എക്സ് വൈ പ്ലെയിൻ, ഒരു